Hello guys, you are watching Tougher Teckie. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാൻഡ്സെറ്റിൻ്റെ പേര് Vivo V20 ആണ്. ഇത്തിരി പഴയതെന്ന് വെച്ചാൽ 3-4 മാസം മുന്നേ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആണെങ്കിലും ക്യാമറ ക്വാളിറ്റി കൊണ്ട് ഇത്രയും ശ്രദ്ധയാകർഷിച്ച മോഡൽ വിവോയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് X50 അതുപോലത്തെ മൊബൈൽസ് മാത്രമാണ്. മാത്രമല്ല ഡിസൈൻ ആൻഡ് ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസ് ഈ മൂന്ന് കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് മറ്റ് കമ്പനികളുടെ ഹൈ ക്ലാസ് പ്രോഡക്ട്സിനായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ് വിവോയുടെ V20. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കോട്ടയത്തെ മൊബൈൽ ബ്രാൻഡിലാണ്. സ്മാർട്ട് ഫോൺ സംബന്ധമായ എല്ലാ ടൈപ്പ് പ്രോഡക്റ്റ്സും ഇപ്പോൾ എൻ്റെ പുറകിരിക്കുന്ന എല്ലാ എൻ്റെ സ്മാർട്ട് ഫോൺ പ്രോഡക്റ്റ്സ് ആണ്. എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. നല്ല ഒരു സ്റ്റോറാണ് മൊബൈൽ ബ്രാൻഡ്. എനിക്കിപ്പോൾ വിവോ V20 തന്നിരിക്കുന്നത് മൊബൈൽ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് അൺബോക്സ് ചെയ്യുകയാണെന്നപ്പോഴത്തേക്കും അത് ഈ കവർ മാറ്റുമ്പോൾ നമുക്ക് ആദ്യം ഒരു V20യുടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ മൊബൈൽ V20 ആണ്. ഇതാണ് നമ്മുടെ മൊബൈൽ. ഇപ്പോൾ ഇതിങ്ങോട്ട് ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനൊരു കവർ ചെയ്ത പേപ്പർ, പിന്നെ എൻ്റെ ഫ്ലാഷ് ചാർജർ 2.0 ഫ്ലാഷ് ചാർജറാണ് വിവോയുടെ. പിന്നെ അതുപോലെ തന്നെ ഒരു USB കേബിള്, അതിൻ്റെ കൂടെ തന്നെ ഇയർ സെറ്റ്. അതിനകത്ത് എൻ്റെ ഒരു കവറിങ് പേപ്പർ, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും, അതുകൂടാതെ എൻ്റെ യൂസർ മാനുവൽ വാല്യൂ പറയുന്ന ഒരു മാനുവലും ഗൈഡും ഉണ്ട്. പിന്നെ എൻ്റെ കവറും. ഇനി നമ്മളിപ്പോൾ ഇതിനെ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതാണ് നമ്മുടെ Vivo V20 സൺസെറ്റ് മെലഡിയാണ് നമ്മുടെ ഇട്ടിരിക്കുന്ന കളറ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇത് കാണാം. 3 ക്യാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ 44 മെഗാപിക്സൽ ഈ ഓട്ടോ ഫോക്കസ് ക്യാമറ അതിൻ്റെ മെയിൻ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയിലോട്ട് പോകാം. ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം എനിക്ക് പറയുന്നത് അതിൻ്റെ ഡിസൈനെ കുറിച്ചാണ്. സൺസെറ്റ് മെലഡി കളറാണ്. അതിന് നല്ലൊരു ക്ലാസിക് ഫീൽ. ലൈറ്റ് ആണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഫീലിംഗ് തോന്നുന്നു. കാരണം പല ആംഗിൾ വെക്കുമ്പോൾ പല ടൈപ്പ് കളർ വേരിയേഷൻസ് ഉണ്ടാകുന്നൊരു കളർ ഓപ്ഷനാണ് സൺസെറ്റ് മെലഡി എന്ന് പറയുന്നത്. പിന്നെ 7.33 mm മാറ്റ് ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ്. കാരണം ഗ്ലാസ് ആയിട്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഫിംഗർ പ്രിൻറ്റ്. കുറേ തുണുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൂടുതലായിട്ട് പതിയുന്നത്. ബട്ട് ഇത് വിവോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 6 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്കിനി നിന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കാണാം വിവോ അതിന് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊരു ഐക്കണാണ് കാണുന്നത്. ഓണാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ക്യാമറ ചെക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ റിയർ ക്യാമറയെ കുറിച്ചാണ് നമുക്ക് നോക്കാം. 64 മെഗാപിക്സലിൻ്റെ മെയിൻ നൈറ്റ് ക്യാമറയാണ് ഇത് വിവോ ഇതിൻ്റെ ഫ്രണ്ട് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ളത് വെച്ചാൽ ഈ മെയിൻ ക്യാമറ വെച്ചാൽ നമുക്ക് സൂപ്പർ നൈറ്റ് ചിത്രങ്ങളും അതുപോലെ തന്നെ 4K വീഡിയോസും എടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ അടുത്ത ക്യാമറ അത് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള 8 മെഗാപിക്സലിൻ്റെ മൾട്ടി ഫങ്ഷണൽ ക്യാമറയാണ്. ഇത് വെച്ച് നമുക്ക് സൂപ്പർ ബൊക്കെ ചിത്രങ്ങളും വൈഡ് ആംഗിൾ ചിത്രങ്ങളും അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് സൂപ്പർ മാക്രോ ചിത്രങ്ങളും എടുക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ മാക്രോ ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഒബ്ജക്റ്റ് വേണ്ട വെറും 2.5 സെൻറ്റിമീറ്റർ ദൂരത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ചെറിയ ഒബ്ജക്റ്റുകളെ പോലും വലിയ ഒബ്ജക്റ്റുകളായിട്ട് കാണിക്കാൻ കഴിയുന്നതാണ് വിവോ ഇതിനകത്ത് സെക്കൻഡറി ക്യാമറയെ കുറിച്ചുള്ള മാക്രോയിലെ ഒരു വലിയ പോസിറ്റീവ് ഫീലിംഗ്. പിന്നെ അടുത്ത പറയാനുള്ളത് 2 മെഗാപിക്സലിൻ്റെ മോണോ ലെൻസ്. ഈ മോണോ ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പേഴ്സണോ ഒഴിച്ച് ബാക്കി എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലോട്ട് പോകും എന്നുള്ളതാണ് ഈ മോണോ ലെൻസിൻ്റെ പ്രത്യേകത.
മാത്രമല്ല ഈ രണ്ട് ക്യാമറ സെക്കൻഡറി മോണോ ലെൻസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ തന്നെ വലിയൊരു ക്വാളിറ്റിയുള്ള 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. ഈ 3 ക്യാമറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 3 ക്യാമറ. ഈ Vivo V20 റിയർ ക്യാമിനെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിനെ കുറിച്ച് പറയാം. ഈ ഫ്രണ്ട് ക്യാമിൽ പറയാം, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വിവോ പറയുന്നത്. 44 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. സാധാരണ റിയർ ക്യാമിന് പ്രാധാന്യം കൊടുത്ത കമ്പനികൾ റിയർ ക്യാമിൽ കൊടുത്തിട്ട് ഒരു സെൽഫി വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു 8-10 MB ക്യാമറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ വിവോ ഈ കാര്യത്തിൽ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം 44 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് DSLR ക്യാമറകളിൽ മാത്രം കാണപ്പെടുന്ന ഓട്ടോ ഫോക്കസ് ഫെസിലിറ്റി ഇതിനകത്ത് വിവോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫോക്കസിങ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ നമ്മൾ ഭയങ്കര മൂവ് ചെയ്ത സീനാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ഈ ഓട്ടോ ഫോക്കസ് ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് കഴിയും. എൻ്റെ അറിവിൽ ഈ ഹൈ പ്രൊഫൈൽ കമ്പനി വെച്ചാൽ ആപ്പിൾ കുറച്ച് കമ്പനികൾ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഓട്ടോ ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ചെറിയൊരു ബഡ്ജറ്റ് ഫോണിൽ വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസൈനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം വെച്ചാൽ ഞാനിപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണ്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഇത് വിവോയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ ഇറക്കുന്ന ഫോണുകളാണ് X സീരീസ് മൊബൈലുകൾ. അതിൽ ഒരു X50 മൊബൈലിൻ്റെ സെയിം ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഞാൻ ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വിട്ടുപോയതാണ് ഞാനിത്. റിയർ ക്യാമിൽ 4K നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. കാരണം ഈ ഇപ്പോൾ എല്ലാ മൊബൈൽക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന എനിക്ക് ഒരു വർഷം മുന്നേ തൊട്ട് ഇറങ്ങുന്ന എല്ലാ മൊബൈൽസിനും റിയർ ക്യാമിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറ കൊണ്ടുവന്നത് ചില കമ്പനികൾ മാത്രമാണ് ഫ്രണ്ട് ക്യാമറയിൽ 4K സെൽഫി വീഡിയോകൾ എടുക്കാൻ കഴിയുമെന്നുള്ളത്. ആ കാര്യത്തിൽ വിവോ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ട്രൂ ടോൺ ഫ്ലാഷും റിയർ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാം, ഒരു ASPH എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാൻഡിയാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാം. സൺസെറ്റ് മെലഡി ആയതുകൊണ്ട് തന്നെ 172 ഗ്രാമാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇതല്ലാത്ത 2 കളർ ഓപ്ഷൻ വെച്ചാൽ മൂൺലൈറ്റ് സോണാറ്റയും മിഡ് നൈറ്റ് ജാസിന് 171 ഗ്രാമാണുള്ളത്. രണ്ടിൻ്റെ $1 ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരു നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എൻ്റെ പെർഫോമിംഗ് സൈഡിലോട്ട് പോകാം. ഇതിൻ്റെ പെർഫോമിംഗ് സൈഡിലോട്ട് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 720 മോഡലാണ് ഇതിനകത്ത് നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ബട്ട് 2021 മാനുഫാക്ചറിങ് മോഡൽസിനെല്ലാം സ്നാപ്ഡ്രാഗൺ 730യുടെ വിവോ മൊബൈൽ എഡീഷനാണ് മൊബൈൽ പ്ലാറ്റ്ഫോമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗെയിമേഴ്സിനുണ്ടാകുന്നൊരു ഡൗട്ടാണ് ഈ 720 പോലത്തെ ഒരു പ്രൊസസ്സർ വെച്ച് നല്ല ഹൈ പ്രൊഫൈൽ ഗെയിംസുകൾ വെച്ചാൽ പെസ് അല്ലെങ്കിൽ PUBG പോട്ടെ പെസ് പോലത്തെ ഗെയിമുകൾ കളിക്കാൻ കഴിയുമോ എന്നുള്ളത്. ബട്ട് ഡൗട്ടൊന്നും വേണ്ട. 720 എന്ന് പറയുന്നത് വളരെ താഴ്ന്ന പ്രോസസ്സറാണ്. ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അത് അൾട്രാ സ്മൂത്ത് ഗെയിമിംഗ് പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു പ്രോസസ്സറാണ്. ബട്ട് വിവോ ഇപ്പോൾ ഒരു V20 അല്ലെങ്കിൽ V90 തൊട്ട് ഇറക്കുന്ന എല്ലാ മോഡൽസിനും അൾട്രാ ഗെയിം പവർ മോഡ് CPU അല്ലെങ്കിൽ ഫോൺസിൻ്റെ ഹാർഡ്വെയർ കൊടുത്തിട്ടുണ്ട്. അണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഗെയിമിംഗ് എന്താ വെച്ചാൽ ഹൈ പ്രൊഫൈൽ 850Gയുടെയൊക്കെ ഒരു ഗെയിമിംഗ് പവർ നമുക്ക് ഈ പ്രോസസ്സറിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഈ മോഡലിനകത്ത് വിവോ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് എൻ്റെ പെർഫോമൻസ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇനി ബാറ്ററിനെ കുറിച്ച് പറയാം. ഈ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ഫീച്ചേഴ്സ് ഇപ്പോൾ തന്നെയുണ്ട്. കാരണം ഫ്രണ്ട് ക്യാമറ നല്ല ഹൈ ക്വാളിറ്റിയാണ്, ബാക്ക് ക്യാമറ അതുപോലെ ഹൈ ക്വാളിറ്റിയാണ്, പെർഫോമിംഗ് സൈഡിൽ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല സംഭവങ്ങളാണ്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ വിവോ ഒന്നും കുറച്ചില്ല. 4000 mAhൻ്റെ ഒരു ബാറ്ററി വിവോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ചാർജിങ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ 0 തൊട്ട് 60% വരെ വരുത്താൻ വിവോ V20ക്ക് വേണ്ടത് വെറും 30 മിനിറ്റാണ്. ഈ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നിയ കാര്യമാണ്. ഞാനൊക്കെ ആണെങ്കിൽ ചാർജ് ഒരു 10-20% എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർജ് കയറാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫോൺ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ചാർജിങ്ങിൻ്റെ ഒരു ഫാസ്റ്റ്നെസ്സിലും വിവോ V20 നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ചാർജർ ഫാസ്റ്റ് ചാർജർ 2.0 ആണ് ഇതിന് വിവോ കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ ഇത്രയും വലിയൊരു ചാർജിങ് ടൈം പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി വിവോ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലാഷ് ചാർജർ 2.0 തന്നെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലാഷ് കേബിളും ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് അടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഈ V20യുടെ ഡിസ്പ്ലേനെ കുറിച്ചാണ് അടുത്ത് പറയേണ്ടത്. AMOLED Full HD+ ഡിസ്പ്ലേ.
LED ഡിസ്പ്ലേ ആണ്. ഈ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടായിട്ടും എനിക്കറിയത്തില്ല ഈ ഗ്ലാസ് ഫിനിഷും നല്ല ക്യാമറയും എല്ലാത്തിനും വലിയ നിന്നിട്ട് റേറ്റിൽ ഇത്രയും താഴ്ത്തി കൊണ്ടുവരും. റേറ്റിൻ്റെ കാര്യം അവസാനം പറയാം. അതിൻ്റെ റെസൊല്യൂഷൻ ആ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച പറയാൻ പാടില്ല. കാരണം ഇതിൻ്റെ 2400x1080 പിക്സൽസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഓൺ ദ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 600 നിറ്റ്സ് ആണ്. ഈ കാര്യം കൊണ്ട് തന്നെ ഇതും സെറ്റാണ്. ഇപ്പോൾ റേഷ്യോ 20:9 ആണ്. ഈ കാര്യത്തിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസും ഫീഡ്ബാക്കും വിവോ V20 ഡിസ്പ്ലേ നൽകുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് 6.44 ഇഞ്ചാണ്. 6.44 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം മാന്യമായ സ്ക്രീൻ സൈസ് തന്നെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ബെസൽസ് അധികം തിന്നായിട്ടുള്ള ബെസൽസ് തന്നെയാണ് ഇതിൻ്റെ സൈഡുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിഹ്നം ഓവറേജ് സൈസാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വശം നോക്കുവാണെങ്കിൽ പറയാനുള്ളത്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വന്ന് 20:9 ആണ്. കൂടാതെ HDR10 സപ്പോർട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് പറയാം. വിവോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ദ ബേസ് വേരിയൻറ്റ് 8GB RAM പ്ലസ് 128GB ആണ് നമുക്ക് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ ഹയർ വേരിയൻറ്റിൽ 8GB RAM പ്ലസ് 256GB ROM ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാര്യം പറയുമ്പോൾ തന്നെ 8GB RAM ബേസ് വേരിയൻറ്റ് പോലും നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഓവർവ്യൂ പോലെയാണ് ഞാൻ പറയുകയാണ്. എല്ലാം ഇത് കൊണ്ട് വെച്ചാൽ ഇപ്പോൾ ഡിസ്പ്ലേ ആവട്ടെ, ഡിസൈൻ ആവട്ടെ, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നൽകുന്നുണ്ട് വിവോ V20. വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാനും കഴിയുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് യാതൊരു എതിർപ്പില്ല. ഇതിൻ്റെ ഈ വാട്ടർ ഡ്രോപ്പ് നോജ് ഡിസൈൻ ഒഴിച്ച് ബാക്കി എനിക്ക് യാതൊരു പോരായ്മയും എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് വിവോ V20 മൊബൈൽ. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ബേസ് വേരിയൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 24,990 രൂപീസാണ്. ഹയർ വേരിയൻറ്റിന് 29,990 രൂപീസുമാണ്. ഈ വിവോ V20 വിവോ കൊടുത്തിരിക്കുന്നത് 3 കളർ വേരിയൻ്റാണ്. ഒന്ന് സൺസെറ്റ് മെലഡി, ഇപ്പം എൻ്റെ കഴിക്കുന്ന സൺസെറ്റ് മെലഡി കൂടാതെ മിഡ്നൈറ്റ് ജാസും മൂൺലൈറ്റ് സൊണാറ്റയും. ഈ സൺസെറ്റ് മെലഡി എന്ന് പറയുന്നത് ബീച്ചിലെ സൺസെറ്റ് പോലെയാണ് വിവോ പറയുന്നത്. കളർ സിംഫണീസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പിന്നെ അടുത്ത മിഡ്നൈറ്റ് ജാസ് ചില ഡാർക്കാണ്, ചില ഡാർക്കിന് ഒരു മാറ്റ് ഫിനിഷിങ് കൊടുത്ത പോലെയാണ് മിഡ്നൈറ്റ് ജാസ് കാണുന്നത്. കൂടാതെ മൂൺലൈറ്റ് സൊണാറ്റ ഭയങ്കര ബ്രൈറ്റാണ് അതിൻ്റെ ഈ കളർ എന്ന് പറയുന്നത്. ചില മൂൺലൈറ്റ് പോലെയാണ് അതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഇനി ഒരു അടുത്തൊരു ടെക്നോളജി റിലേറ്റഡ് വാർത്തയുമായിട്ട് ടഫർ ടെക്കി ഞാനും വരുന്നതായിരിക്കും. ഇറ്റ്സ് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.